ഞാനും സ്നേഹിച്ചൊക്കെ കല്യാണം കഴിച്ച ആളാ. എന്നാലും ഞാൻ പറയുക, ഈ പ്രായത്തിൽ ഇങ്ങനൊക്കെ തോന്നും. പക്ഷേ അതല്ലെങ്കിലേ, ഉപദേശിക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. എനിക്ക് ജോസഫിനെ ഇഷ്ടം. ഞാൻ ജോസഫിനെ മാത്രമേ കല്യാണം കഴിക്കൂ. പഠിത്തം കഴിഞ്ഞിട്ട് ഞാൻ തന്നെ അച്ഛനോട് പറഞ്ഞോളാം. ഞാൻ പറയുന്നത് മോക്ക് ഇപ്പം മനസ്സിലാവുകയില്ല. അതുപോട്ടെ, എന്നാൽ ഞാൻ അറിയാൻ മേലായിട്ട് ചോദിക്കുക, നീ എന്ത് കണ്ടിട്ടാ ഇവനെ ഇഷ്ടപ്പെടുന്നത്? അതിപ്പോ അങ്കിളിന്റെ ഭാര്യ അങ്കിളിനെ എന്ത് കണ്ടിട്ടാ ഇഷ്ടപ്പെട്ടെ? എന്നാ പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഇനിയിപ്പോ ഇങ്ങനെ ചുമ്മാ നടന്നാൽ പോരാ, കൊള്ളാവുന്ന ഒരു പണി അന്വേഷിച്ച് കണ്ടുപിടിക്കണം. എന്നാലേ ഉമ്മയുടെ വീട്ടിൽ പോയിട്ട് പെണ്ണി ചോദിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? മനസ്സിലായി സഖാവേ. അങ്കിള് കാര്യങ്ങളൊക്കെ അറിഞ്ഞത് സത്യത്തിൽ നന്നായി. ഓ, സഖാ പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പേടിച്ചു. ഇപ്പോഴൊരു സമാധാനമായിരുന്നു. എന്നാ നീ പൊക്കോ. ഞാൻ സന്ധ്യയുടെ വീട്ടിൽ പോയി വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പൊക്കോളാം. ആ, എന്നാ സന്ധ്യയുടെ വീട് വരെ ഞാനും വരാം. അതെ, അങ്കിൾ ഓക്കെ പറഞ്ഞെന്ന് വെച്ചാൽ ഓവറാക്കണ്ട. നീ പൊക്കോ, സൺഡേ കാണാം. സൺഡേ? സൺഡേ പറ്റില്ല. ആ, എന്താ? സൺഡേ എനിക്ക് പ്രെയർ ഉണ്ട്. പ്രെയറോ? എന്നാ ഞാനും വരാം. നീ അവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? നിനക്ക് ഭയങ്കര ബോറടിക്കും. അപ്പൊ നിനക്ക് ബോറടിക്കില്ലേ? എനിക്ക് ബോറടിക്കില്ല, ഞാൻ കൺവേർട്ടഡ് അല്ലേ. എന്തായാലും ഞാനിതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതല്ലേ. ആ, എന്നാ ഒരു കാര്യം ചെയ്യും, നീ സൺഡേ രാവിലെ ഒരു 9 മണിക്ക് റെഡി ആയിട്ട് പോട്ടി കെട്ടി വന്നാൽ മതി. ഞാൻ അവിടെ കാണും. എന്നിട്ട് നീ എന്തിനു പറഞ്ഞു? ഞാനങ്ങ് വല്ലാതായി. അപ്പൊ തന്നെ ഇങ്ങ് പോകും. നീ എന്തൊരു മനുഷ്യനടേ! അവരാര്, നീ ആര്? അവര് ഗസറ്റഡ് ഓഫീസർ, നീ വരും പിയ്യൂണ്. എന്തായാലും അവരുടെ ചോദ്യത്തിന് മറുപടി പറയാൻ ഞാൻ മോശമായി പോയടേ. ആ സമയത്ത് എന്റെ ടെൻഷൻ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കൊള്ളാമല്ലേ ഈ പ്രായത്തിൽ അവർക്ക് കല്യാണം കഴിക്കണം. എന്റെ പ്രായത്തിന് ഒരു കുഴപ്പവും? അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ, നിങ്ങൾ പുരോഗമനവാദികൾ. അതിവിടെ രമേന്ദ്ര, അവരവരുടെ മനസ്സിലുള്ളൂ പറഞ്ഞു. നിനക്കെന്താ തോന്നുന്നേ? അതെ, അതൊന്നും ശരിയാവില്ല. ഈ പ്രായത്തിലെ കല്യാണം കഴിച്ച നാട്ടുകാർ ചിരിക്കും. നാട്ടുകാർ പണി നോക്കാൻ പറയടേ. നിനക്ക് ഇഷ്ടമാണ് അത് പറ. ഇഷ്ടാണോന്ന് ചോദിച്ചാ ഇഷ്ടാണെന്ന് പറയേണ്ടി വരും. അടിയടാ, നീ ധൈര്യമായിട്ട് അടിച്ചു. നാട്ടുകാർക്ക് എന്താണ് കുഴപ്പം? മാഡത്തിനും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടം. പിന്നെന്താ? അയ്യോ, മാഡല്ലേ? അല്ല, ലക്ഷ്മി മാഡം എന്താ ഇവിടെ? ഇനി ഞാൻ മറുപടി പറയാത്തോണ്ടോന്നാണ്. മാഡം ഇങ്ങോട്ട് വരണ്ടായിരുന്നു. ഞാനത് പറയാതിരിക്കുന്നു. മാഡം, ഞാൻ ആലോചിച്ചു, കുറെ ആലോചിച്ചു. എനിക്ക് സമ്മതം. ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല. 20 വയസ്സുള്ള മോളോ ഷുഗറോ ഒന്നും എനിക്കൊരു കുഴപ്പമില്ല. നമുക്ക് ജീവിക്കണം, നമുക്കൊന്നിച്ച് ജീവിക്കണം. താൻ എന്തോ നീ പറഞ്ഞോണ്ടിരിക്കണത്? ചേട്ടാ, ചേട്ടാ, എന്തോ കുഴപ്പം. ഇതാരാ? ഇതൊന്ന് മാഡത്തിനെ കൊണ്ട് സൈൻ ചെയ്യിച്ചു. ഒരു മിനിറ്റ്.
എന്തുവാണ് രാമേന്ദ്ര ഇവനിതെന്തോ ഹലോ അതെ എന്താ കാര്യം എന്താ ആ, വേഗം വരാന്നാ സാറേ ഒന്ന് പുറത്തു പോകണമായിരുന്നു അത്യാവശ്യം പെട്ടെന്ന് വരാം ഹലോ ആ മാഡം ഒരു ചെറിയ പ്രശ്നം ഞാൻ തിരിച്ചു വിളിക്കാം ഇതില് പറഞ്ഞിരിക്കുന്ന ആള് ഇത് തന്നെയല്ലേ? തന്നെ സാറേ, എന്നെ കല്യാണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞു. ഭർത്താവും 2 പിള്ളേരും ഉള്ള എനിക്ക് അത് ശരിയാണെന്ന് സാറ് ചോദിക്കും. അത് ശരി. അപ്പൊ നിനക്ക് ഭർത്താവ് 2 കുട്ടികളുള്ള ശ്രീനന്ദനെ കിട്ടണമല്ലേ? സാറേ മൂത്രമൊഴിക്കാൻ പോണം. കൂടുതൽ വിളച്ചെടുത്താ മേലാ നീ മൂത്രമൊഴിക്കില്ല. ആ താൻ പറ. ആ സാറേ ഒരു അബദ്ധം പറ്റിയതാ. എനിക്കിഷ്ടമുള്ള ഒരു സ്ത്രീയുണ്ട്. ഇന്നലെ 2 എണ്ണം കൂടുതൽ കഴിച്ചപ്പോൾ പെട്ടെന്ന് അവരാന്ന് വിചാരിച്ചിട്ട് അറിയാതെ പറ്റിപ്പോയതാ. നിന്റെ ന്യായീകരണം ഒന്നും എനിക്ക് കേൾക്കണ്ട. കേസ് എടുത്താ ഇത് വകുപ്പ് വേറെയാ. സാറേ ന്യായീകരിച്ചല്ല, ഉള്ളതാ. ഗോപി തനിക്ക് എന്നെ അറിയാലോ, അറിയാതെ പറ്റിപ്പോയതാ. ഇപ്രാവശ്യത്തേക്കൊന്ന് ക്ഷമിക്കും പ്ലീസ്. ഇയാള് പറയുന്നത് നേരാണോ? ഇയാള് മദ്യപിച്ചിട്ടുണ്ടായിരുന്നോ? കുടിച്ചിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു സാറേ. അതെ, കേസ് ആക്കണമെങ്കിൽ ആക്കാം. ഇനി എന്ത് വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കും. കേസാക്കണ്ട സാറേ, ഇനി ആവർത്തിക്കാതിരുന്നാൽ മതി. ഇനി ആവർത്തിക്കില്ല, സത്യമായിട്ട് ആവർത്തിക്കില്ല. രണ്ടുപേരുടെ മാപ്പ് ഇപ്രാവശ്യത്തേക്കൊന്ന്. കേട്ടല്ലോ? മേല കള്ളു കുടിച്ചാ വീട്ടിലിരുന്നോളാം. സാർ പോ പോ പോ. എന്നാ നിങ്ങൾക്ക് കംപ്ലൈന്റ് ഇല്ലാത്ത സ്ഥിതിക്ക് അവിടെ വന്ന് എഴുതി കൊടുത്തിട്ട് പോക്കോ. ശരി സാർ. ശരി സാർ.